എനിക്കൊരാഴ്ച സമ്മർ ഷട്ട് ഡൗൺ ഉണ്ടെന്നും കുറേ പ്ലാനുകൾ ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് ആ ടൈമിനാണ് കേട്ടോ കുട്ടികൾക്ക് പനി വന്നത്. അങ്ങനെ 4 ദിവസം പനിയായിട്ട് പോയി. ലീവുകൾ മുഴുവൻ വെറുതെ ഇരുന്ന് കളയാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വാളിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ. എൻ്റെ കയ്യിൽ വളരെ ചെറിയ സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോൾ ജിത്തോട്ടനാണ് കേട്ടോ എന്നെ എല്ലാം വരയ്ക്കാനൊക്കെ സഹായിച്ചത്. അങ്ങനെ രാത്രിയിൽ വരയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ പെയിൻറ് ചെയ്യാനിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് പല കളേഴ്സൊക്കെ വാങ്ങി അങ്ങ് മിക്സ് ചെയ്യായിരുന്നു കേട്ടോ, ഒരു ഐഡിയ വെച്ചിട്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട്. പിൻട്രസ്റ്റിൽ കുറേ ഐഡിയാസ് കണ്ടെങ്കിലും അതെല്ലാം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് കളർ മിക്സ് ചെയ്തു. അപ്പോൾ തനു ഉണ്ട് വീട്ടിൽ, അവൾക്ക് പനിയാണ്, എന്നാലും അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്ന് പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. കാരണം പുറത്തേക്ക് പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആർക്കിൻ്റെ സൈഡൊക്കെ കളർ പെയിൻറ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും കാണാം. പിന്നെ അത് നമ്മൾ വീണ്ടും മറ്റേ നോർമൽ പെയിൻ്റ് എടുത്ത് അടിക്കണം. അങ്ങനെ ഒന്നാമത്തെ ആർക്കിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ടോ, അതിൻ്റെ ആവേശത്തിൽ കുറച്ച് അധികം സ്പീഡപ്പ് ചെയ്തിട്ടാണ് ഞാൻ അടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചിത്തോട്ടൻ ഓഫീസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ പുള്ളിയും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ. അങ്ങനെ ഏകദേശം രണ്ടെണ്ണമൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേഗം മൂന്നാമത്തെയും തീർത്തിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പുള്ളി എന്നേക്കാൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെയും ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ആർക്കും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 3 കളേഴ്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് രണ്ടാമത്തെ കോട്ട് അടിച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ ഊരിയ സമയത്ത് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റ് പോന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാച്ച് വർക്ക് ചെയ്ത് അവസാനത്തെ ലുക്ക് നല്ല രസമായിരുന്നു. പിന്നെ ഈ 2 ഫ്രെയിം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എത്താൻ കുറച്ച് ഡിലേ ആയി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്തിരി ഡിലേ ആയത്. അപ്പോൾ ഞാനതും കൂടെ എത്തിയിട്ട് ഫൈനൽ ലുക്കാണ് കാണിച്ചത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.